ചേമ്പിൻ്റെ തണ്ട് ഉപയോഗിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള കറിയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ചേമ്പിൻ്റെ തണ്ട് 2 എണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മുടെ പണ്ട് കാലത്തൊക്കെ അടുക്കളത്തോട്ടത്തിലും മറ്റുമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒന്നാണ് ചേമ്പിൻ തണ്ട്, ചേമ്പില എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറെ സ്വാദുള്ള നാടൻ പച്ചക്കറിയാണെന്ന് പറയാം. സ്വാദു മാത്രമല്ല, ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് ഈ ചേമ്പിൻ തണ്ട്. ഇപ്പോൾ വളപ്പിൽ ലഭിക്കുന്നവർ പോലും പലപ്പോഴും അവഗണിക്കാറുണ്ട്. കാരണം അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും തന്നെ ഇത് ഇഷ്ടമാവുന്നില്ല. പണ്ടുള്ളവരാണ് ഇപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേമ്പിൻ തണ്ട് കൊണ്ട് കറി വയ്ക്കുക, ചേമ്പിൻ ഇല കൊണ്ട് തോരൻ ഉണ്ടാക്കുക എന്നതെല്ലാം ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്ന ഒന്നാണ്. അതിനാവശ്യമായി 1/2 കപ്പ് പരിപ്പ് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം നമുക്ക് 2 വിസിൽ ഇട്ട് പരിപ്പ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും അതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാനായി 1/2 കപ്പ് തേങ്ങ, 4-5 ചെറിയുള്ളി, 4 വെളുത്തുള്ളി എന്നിവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂൺ ജീരകവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അതിനുശേഷം പരിപ്പ് വെന്ത് മാറ്റിയതിന് ശേഷം 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും നന്നായി ചൂടാക്കിയെടുക്കുക. ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കാനായിട്ട്. ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ചൂടാക്കുക. അതിൻ്റെ ബ്രൗൺ നിറം മാറുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഈ കളറാണ് നമുക്ക് ആവശ്യം. നമുക്ക് അടുപ്പിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പരിപ്പ് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ തണ്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ കഴുകിയിട്ട് വേണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ചൊറിച്ചിലുണ്ടാവും. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു കൊടുക്കാം. ഇതിൽ ധാരാളം പ്രോട്ടീൻ, ആസിഡ്, അയൺ, തയാമിൻ, ഫോസ്ഫറസ്, വൈറ്റമിൻ B6, വൈറ്റമിൻ C, പൊട്ടാസ്യം, നിയാസിൻ, മാഗ്നീഷ്യം, കോപ്പർ തുടങ്ങിയ ധാരാളം പോഷകഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചേമ്പിൻ തണ്ടിൽ കൊളസ്ട്രോൾ തീരെ ഇല്ലെന്നാണ് ഒരു ഗുണം. കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ ഇത് ആഴ്ചയിൽ 2 തവണയെങ്കിലും ശീലമാക്കുന്നതാണ് നല്ലത്. ഇതിലെ ഡയറ്ററി ഫൈബറും മെത്തിയോൺ എന്ന വസ്തുവുമാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത്. ദഹനേന്ദ്രിയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമായ ഒന്നാണ് ഇത്. ദഹനം എളുപ്പമാക്കാൻ ഇത് സഹായിക്കുന്നു. കൂടുതൽ ആരോഗ്യത്തിന് ഏറെ ആരോഗ്യകരമായ ഇത് മലബന്ധം നല്ല രീതിയിൽ നടക്കാനും സഹായിക്കുന്നുണ്ട്. ഹൃദയാരോഗ്യത്തിനും ക്യാൻസർ രോഗം മാറാനും അനീമിയ മാറാനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും തടി കുറയ്ക്കാനും അതേപോലെ തന്നെ ശരീരത്തിൽ നല്ലൊരു ഊർജം ലഭിക്കാൻ എല്ലാത്തിനും ഇത് വളരെ ഉത്തമമാണ്. ഈ വീഡിയോയിലൂടെ ചേമ്പിൻ തണ്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി തന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത്.